എല്ലാവർക്കും ഭയങ്കരമായ സന്തോഷകരമായ ഒരു പ്രാർത്ഥനയോട് ഇന്നത്തെ എൻ്റെ കൃപാസനത്തിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരും ഇത് കാണുക, കേൾക്കുക. അതായത് ഞങ്ങൾ ആദ്യത്തെ ഉടമ്പടി എടുത്ത് പോയിട്ട് വന്നു 3 മാസത്തിന് മുമ്പ്. ആ 3 മാസം കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി ആഫ്റ്റർ 90 ഡേയ്സിൽ പോകണം. അപ്പം ഞങ്ങൾ 90 ഡേയ്സ് പോകാനായിട്ട് ഞങ്ങൾ ഒരു 4-5 ദിവസത്തിന് മുമ്പ് ടിക്കറ്റ് ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞ് ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഒരു രക്ഷയില്ല. കാരണം പ്രൈവറ്റിൽ ഈ ഏജൻറ്റുമാരുണ്ട്, അവരുടെ അടുത്ത് പോയി അന്വേഷിച്ചിട്ട് അവർ ടിക്കറ്റ് ഉണ്ട്, പക്ഷെ അത് വെയിറ്റിംഗ് ലിസ്റ്റാണ്. അത് ശരിയാവില്ല. കാരണം ഫാമിലിയായിട്ട് പോവല്ലേ, നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിന്ന് പിന്നെ അവർ താഴെ ഇരിക്കാൻ പറഞ്ഞാൽ നമുക്കത് പറ്റുമോ? അത് കൺഫേം ആവാൻ കഷ്ടമല്ലേ. അങ്ങനെ അത് ക്യാൻസൽ ചെയ്ത് അടുത്തത് റെയിൽവേ സ്റ്റേഷനിൽ പോയി ചോദിച്ചാൽ അവർ പറയും ഈ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യത്തില്ലെന്ന്. അത് അവർക്ക് എന്തോ അറിയാമെന്നതുകൊണ്ട് പറഞ്ഞ അതും പോട്ടെ. അടുത്ത് ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങളുടെ കാറ് എടുത്തുകൊണ്ട് അങ്ങ് പോയി. കാറ് എടുത്ത് ഇവിടുന്ന് ഞങ്ങൾ സഞ്ചരിച്ച് രാവിലെ വെളുപ്പിലെ വിട്ട് ഏകദേശം 4:30 മണി അങ്ങനെ സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് വിട്ട് ഏകദേശം വൈകുന്നേരം 5:30 മണി അങ്ങോട്ട് എത്തുമ്പം അവിടെ എത്തി. 5:30-6 മണിയായപ്പം ആലപ്പുഴയിലെത്തി. പിന്നെ അവിടെ അന്വേഷിച്ച് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പം അവിടെ റൂം അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ പോകുമ്പോഴത്തെ അത് ബുക്കായിപ്പോയി. അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു ഇല്ല, ബുക്കായിപ്പോയി, വേറെ ആൾക്കാരെ റൂമിലുണ്ടെന്ന്. ശരി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വേറൊരു പാർട്ടിയെ കണ്ട് നല്ലൊരു വീടാണ് കിട്ടി. അതൊരു യൂട്യൂബറിൻ്റെ വീടാണ്. പുള്ളി നേരെ അച്ഛനെ കണ്ട് പുള്ളി വീടൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ താമസിച്ച് ഒരു മുറി എന്ന് വെച്ചാൽ വിത്ത് AC, പിന്നെ ഫാന്, എല്ലാം നല്ല സൗകര്യം, പുതിയ വീടാണ്. അപ്പം പള്ളിയുടെ അടുത്ത് തന്നെ അവിടെ പോയി ഞങ്ങൾ താമസിച്ച് അങ്ങനെ ആയപ്പോൾ റൂം 1250 ഞങ്ങൾക്ക് 3 പേർക്ക്. പിന്നെ അടുത്തൊരു മുറി എടുത്ത് അത് 1000 രൂപ. അതിൽ ഇളവൊന്നുമില്ല. അപ്പോൾ നല്ല സൗകര്യം, നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വെളുപ്പിലെ 5 മണിയൊക്കെ ആയപ്പോഴത്തെ ഓണർ ഫോൺ ചെയ്ത് എനിക്ക് പറഞ്ഞ് നിങ്ങൾ ഉടമ്പടിക്ക് പോരേണ്ടതിൽ വേഗം പോയി എന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയായിരുന്നു, പക്ഷെ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി അവിടെ ചെന്നു, പള്ളിയിൽ ചെന്നു, പള്ളിയിലകത്ത് കയറി. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. മാതാവിൻ്റെ യേശുവിൻ്റെ മുമ്പിൽ കസേരയുണ്ട്, അല്ല താഴെ ഇരിക്കുക, എങ്ങനെ വേണേലും ഇരിക്കുക. ഞങ്ങളവിടെ ഇരുന്ന് കഴിയുമ്പോൾ 7 മണിക്ക് വരെ ടോക്കൺ കൊടുക്കുന്നുണ്ട്. ഈ ഉടമ്പടി എടുക്കാനായിട്ട് ടോക്കൺ എടുത്ത് ഞങ്ങൾക്ക് ഈ 174, 175 ടോക്കൺ നമ്പർ കിട്ടിയത്. 174, 175 അത്രയും മുമ്പ് അത്രയും ജനം വന്നേക്കുന്നു. അപ്പം പിന്നെ ഞങ്ങൾ ആ ടോക്കൺ എടുത്ത് അവിടെ ഇരുന്ന് ഞങ്ങൾ കയറിപ്പോയി മേലെ സെക്കൻഡ് ഫ്ലോർ, രണ്ടാമത്തെ ഫ്ലോറിൽ കയറി അവിടെ ഇരുന്ന്. അപ്പോൾ കാണാം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്ന് TV-യിലാണ് വരുന്നത്. ഒരു ഹാളിൽ TV വെച്ചിട്ടുണ്ട് വലുത്. അതിനകത്താണ് അച്ഛൻ വന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ അച്ഛൻ സ്പീച്ച് ചെയ്യും. നമ്മളതെല്ലാം കേൾക്കണം. പിന്നെ വേറെ 2 പേര് വന്ന് പറയും കാര്യങ്ങളൊക്കെ, ഉടമ്പടി എടുത്താൽ എങ്ങനെ നടക്കണം, എങ്ങനെ പോകണം വരണം എന്നുള്ള നിബന്ധനകളെല്ലാം പറയും. അതെല്ലാം കേട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നു. അവസാനം എല്ലാം കഴിഞ്ഞ് ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥലം അപ്പുറത്തുണ്ട്, വേറൊരു ഹാളിൽ. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അവർ സിസ്റ്റർ വന്ന് നമ്മളൊരു പേപ്പർ, പണ്ട് മുമ്പ് പോയപ്പോൾ ആ പേപ്പർ ഞങ്ങൾക്ക് ഒരെണ്ണം കിട്ടിയില്ലായിരുന്നു. നമുക്കും അറിയത്തില്ല, എന്നാൽ അവർ പറയണ്ടേ, അതുമില്ല. ആക്ച്വലി ആ പേപ്പർ വേറൊരു പേപ്പർ, പിങ്ക് കളർ പേപ്പർ, അതിനകത്ത് എല്ലാം എഴുതണം. അപ്പോൾ നമുക്ക് ഇത്ര പോയിന്റ് കിട്ടും. ആ പോയിന്റ് എനിക്ക് 37 പോയിന്റ് എന്തോ കിട്ടി. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് അതും കൊണ്ട് താഴെ വന്ന് നമുക്ക് നേർച്ച വസ്തുക്കൾ വാങ്ങിക്കാം. അതായത് തേന്, എണ്ണയെന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടിൽ, പിന്നെ ബ്ലൂ കാൻഡിൽ, ഗ്രീൻ കാൻഡിൽ, ഇതെല്ലാം മേടിച്ചുകൊണ്ട് ഞങ്ങൾ ക്യൂ നിൽക്കണം. അതിന് ഓരോരോ കൗണ്ടറാണ്. 3, 4, 5, 6, 7 അങ്ങനെ 8 അങ്ങനെ ഓരോ കൗണ്ടറുള്ളത്. ഞങ്ങൾ 6ാമത്തെ കൗണ്ടറിൽ നിന്ന് മേടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി വെളിയിൽ വന്നു. അവിടെ പള്ളിയുടെ ഇതായിട്ട് ഒരു ഹോട്ടലുണ്ട്, എന്തോന്നാ മേഘാലയെന്നോ എന്തോ ഒരു പേര് ഹോട്ടലിൻ്റെ. അപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ചീപ്പായിരുന്നു. കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഓരോ മോരും വെള്ളം കുടിച്ചു. ഭയങ്കര ചൂടായിരുന്നു അവിടെ, ബോട്ടിൽ മോരും വെള്ളം വരും. അങ്ങനെ അവിടെ മോരും വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ നടന്ന് നമ്മുടെ ഈ താമസിച്ച വീട്ടിലോട്ട് വന്നു. അവിടെ വന്ന് വണ്ടിയൊക്കെ എടുത്ത് എല്ലാവരും ഞങ്ങളെ ഇറങ്ങി. ഏകദേശം അവിടെ നിന്ന് ഒരു വൈകുന്നേരമായി അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഞങ്ങൾ വിട്ട് ആലപ്പുഴ വയ്യ ചെങ്കോട്ട മതി, തമിഴ്നാട് ചെങ്കോട്ട, തെങ്കാശി,
അങ്ങനെ ആ സൈഡിൽ കൂടെ ഞങ്ങൾ ഇനി പോന്നു. വന്ന് ബാംഗ്ലൂർ വരുമ്പോഴത്തേക്ക് രാത്രിയായി. രാത്രിയല്ല, പിറ്റേന്ന് വെളുപ്പിലെ ഏകദേശം ഒരു 8 മണി 7 മണി അങ്ങനെ. സൺഡേ ആണ് ഞങ്ങൾ ഇവിടെ വന്ന് റീച്ചായി. അങ്ങനെ റീച്ചായി ഞങ്ങൾ അങ്ങനെ കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാ ഐറ്റങ്ങളും മേടിച്ചു കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഈ കൃപാസനം എന്ന് പറയുന്ന അവർ പത്രം തരും. ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, തെലുഗു. ഇപ്പോൾ ഇത് ഇംഗ്ലീഷാണ്, മലയാളം, ഇത്രയും സബ്ജക്ട്സ് ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മലയാളം മേടിച്ചിരുന്നു. അപ്പോൾ ഇവിടെ മലയാളം അത്ര മൂവ്മെൻ്റ് ഇല്ല ബാംഗ്ലൂരിൽ. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷാണ് മേടിച്ചത്. ഉണ്ട്, ഇംഗ്ലീഷും തമിഴും. അപ്പോൾ അതൊക്കെ നമ്മൾ നിറയെ പേർക്ക് ഇനി കൊടുക്കണം. അതുകൊണ്ടൊന്ന് സപ്ലൈ ചെയ്യണം. പിന്നെ രോഗികളെ പോയി കുറച്ച് പേരെ കാണണം. അവർക്ക് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഓയിലെടുത്ത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. പിന്നെ പ്രത്യക്ഷ പ്രാർത്ഥന എന്നുണ്ട്. പിന്നെ രാവിലെ വെളുപ്പിലെ 5:30 മണിക്ക് നമ്മൾ എഴുന്നേറ്റ് ഇവിടെ പ്രാർത്ഥിക്കും. വൈകുന്നേരം ഒരു 7-7:30 മണി ഗ്യാരണ്ടി, അതിനപ്പുറം പോകില്ല. 7:30 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥനയുണ്ട്, അത് കഴിഞ്ഞ് മാതാവിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം ചെയ്യും. അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ പോയി വന്ന് വളരെ എന്താ പറയുക, വളരെ നല്ല സന്തോഷമായിരുന്നു മാതാവിൻ്റെ അടുത്ത് പോയി വരാൻ. ഇനിയിപ്പം ഞങ്ങൾ അടുത്തത് ആഫ്റ്റർ 90 ഡേയ്സാണ് അതിൻ്റെ പുതുക്കൽ, അതായത് റിന്യൂവൽ എന്ന് പറയും, പുതുക്കൽ. അപ്പോൾ ആ 90 ഡേയ്സിൻ്റെ ടൈമിന് നമ്മൾ ഇനിയിപ്പം ഞങ്ങൾ ട്രെയിനിലേ പോകുന്നത്. കാരണം എന്താ അറിയോ, കാരണത്ത് പോയാൽ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരുപാട് എക്സ്പെൻസീവാണ്. ഈ കേരള വഴി ഇങ്ങനെ പോയി തമിഴ്നാട് വഴി ഇങ്ങനെ പോകുകയാണെങ്കിൽ 22 ടോളുണ്ട്. ഏകദേശം 3000 രൂപയ്ക്കകത്താവും ടോള് മാത്രം, അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ പിന്നെ ഡീസൽ ഫുൾ ടാങ്ക് 2 പ്രാവശ്യം അടിക്കണേ ഒരു 6500 ആവും, 6500 ആവും മാക്സിമം. അപ്പം നല്ല ചിലവാണ് കാറിൽ പോയാൽ. പിന്നെ നമ്മുടെ ഫുഡ്, അവിടുത്തെ അക്കോമഡേഷൻ, മുറികൾ, ഇതെല്ലാം ഒരുപാട് ചിലവാണ്. അങ്ങനെ കാര്യങ്ങൾ. പിന്നെ അവിടെ പള്ളിയിൽ ഒരുപാട് പൈസയൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഇതിനെല്ലാം കൂടെ ഒരാൾക്ക് വന്നൊരു 700 രൂപ 650 രൂപ ആവും. ഈ ക്യാൻഡിലും എണ്ണയും തേനും ഉപ്പും അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുക. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഔട്ട്സൈഡിലും ആൾക്കാർ വിൽക്കുന്നുണ്ട്, അത് വാങ്ങിക്കരുത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച അച്ഛൻ വെച്ചിരിക്കുന്നതാണ്. അപ്പം അത് വാങ്ങിച്ചാൽ നമുക്ക് പവർ കിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ ഞങ്ങൾ ആദ്യം പോകുമ്പം ഈ കാശിരൂപം എന്ന് പറയും, മാതാവിൻ്റെ ഇങ്ങനെ ഒരു ലോക്കറ്റ് മാതിരിയുള്ള ആ കാശിരൂപം കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യം സാധിക്കുമെന്നാണ് അച്ഛനും പറയുന്നത്. അങ്ങനെയാണ് വ്യവസ്ഥ. പിന്നെ വേറെ, നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മൾ പോയി പ്രാർത്ഥിക്കാന്ന് ആ പുള്ളിയുടെ അസുഖം മാറിക്കിട്ടും, തീർച്ചയായിട്ടും മാറിക്കിട്ടും. അനുഭവങ്ങളായിട്ടുണ്ട് ഇവിടെ. എൻ്റെ അളിയും സുഖമില്ലായിരുന്നു, ഒരുപാട് മോശമായിരുന്നു. ഇപ്പം എത്രയോ ഭേദമുണ്ട്, കുറച്ച് ഭേദമുണ്ട് പുള്ളിക്ക്. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ പോയി പ്രാർത്ഥിക്കാം. പിന്നെ രോഗികളെ കാണുക, മറ്റുള്ള രോഗികളെ കാണുക, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പാവങ്ങളെ, ഭിക്ഷക്കാരെ, അവർക്കെല്ലാം ഒരു നേരം ഭക്ഷണം കൊടുക്കുകയോ എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന നമ്മൾ ചെയ്യുക. അതിൽ നമ്മൾ എന്താ പറയുക, പൈസ പോയി എന്ന് വിചാരിക്കുകയല്ല, നമ്മൾ കൊടുക്കണം. നമ്മളറിയാതെ നമ്മൾ കൊടുക്കുക. അതാണ് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും. മാതാവ് അനുഗ്രഹിക്കും. മാതാവ് വന്ന് ദൈവത്തിനടുത്ത് പറയും, ദൈവം വന്ന് നമുക്ക് ഇതായിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ മുന്നേറുമ്പോൾ നമുക്കുണ്ടായ കാര്യങ്ങളെല്ലാം ഒരുപാട് നിറവേറും, അത് ഗ്യാരണ്ടിയാണ്. അങ്ങനെയാണ് കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ. ഇനി 3ാമത്തെ പ്രാവശ്യം ഞങ്ങൾ പോകണം. പോയിട്ട് അടുത്ത മാസം വേണം പോയി ടിക്കറ്റിനെ പറ്റി അന്വേഷിക്കണം. 1 മാസം മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തിട്ടെങ്കിൽ നമുക്ക് പോകാനുള്ള സാഹചര്യം കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തൽക്കാലം എന്ന് പറയുന്നത് അതൊന്നും ഗ്യാരണ്ടി ഇല്ല. അവർ തരും ടിക്കറ്റ്, പക്ഷേ വെയിറ്റിംഗ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡീലർ നമ്മൾ മല്ലിടേണ്ടി വരും. അങ്ങനെ പറയാം, നോ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് കാശ് തരും അവർ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അതാണ് കൃപാസനത്തിൻ്റെ കാര്യങ്ങൾ. 3-4 പ്രാവശ്യം ഞങ്ങൾ പോകാൻ പ്ലാൻ ഇടുക. 2-3ാമത്തെ അടുത്ത പ്രാവശ്യം പോകണം. മെയ്യിൽ പോകാമെന്നാണ് നോക്കുന്നത്. അത് ഗ്യാരണ്ടി ഇല്ല. മെയ്യിൽ പോകണമെന്ന് ആലോചിക്കുക, അതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കൃപാസനത്തിൽ പോയി ഞങ്ങൾക്ക് നല്ല ഇതാണ്. പോയി വന്ന് വളരെ സന്തോഷം. ദൈവം നമുക്ക് പല അത്ഭുതങ്ങളും ചെയ്യുമെന്നും വിചാരിക്കുന്നു, ചെയ്തിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ പറയുകയാണ്. പിന്നെ നിങ്ങൾ കാണുന്നവർ, കേൾക്കുന്നവർ
ഇത് നിങ്ങൾ വിശ്വസിക്കുക. മാതാവിനെ ഒരുപാട് സാക്ഷ്യങ്ങൾ, നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ഈ ചാനലുണ്ട് അവരുടെ, ഈ കൃപാസനത്തിൻ്റെ ചാനലുണ്ട് മൊബൈലിൽ, അത് വന്ന് നിങ്ങൾ, അങ്ങേരെ പേര് ഫാദർ വി പി ജോസഫ് എന്ന് പറയും, ജോസഫ് വലിയ വീട്ടിൽ, അങ്ങേരുടെ ആണ് ഈ പള്ളിയും ഈ പ്രസ്ഥാനങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങേർക്കുന്നൊരു യൂട്യൂബും ഉണ്ട്. അതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി 1 o'clock ലൈവായിട്ട് അച്ഛൻ പ്രസംഗിക്കുന്നതും ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ, ഭയങ്കര അതിശയമായ സാക്ഷ്യങ്ങൾ ഓരോ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തല പൊഞ്ഞു. എന്തോടെ ഇതിങ്ങനെ രോഗങ്ങൾ മാറി കിട്ടുന്നു, ജോലികൾ കിട്ടുന്നു, പിന്നെ NRI എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ പോകാനുള്ള ടിക്കറ്റുകൾ, പിന്നെ ജോലി, ഒരു ഇംഗ്ലീഷ് വേർഡ് പോലും പറയാത്ത പിള്ളേർക്ക് അവർ കാര്യം അവിടെ ഫസ്റ്റ് ജയിക്കുന്നത്. കാരണം ഈ സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞ മാതാവ് അവിടെ പോവും, അവരെ കൂടെ പോയിരിക്കും, കൂടെ പോയിട്ട് അവർക്ക് വളരെ എന്താ പറയുക, സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ അവിടെ നിങ്ങൾക്ക് കേൾക്കാം. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സബ്സ്ക്രൈബ് ചെയ്താൽ കാണാൻ പറ്റില്ല, അത് ലൈവാണ് 1 മണിക്ക് ഡെയിലി ഉണ്ട്. പിന്നെ അല്ലാതെ സാക്ഷ്യങ്ങൾ ഓരോന്നിങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഞങ്ങളിത് മൊബൈൽ കണ്ടാൽ ഞങ്ങളും പോയത്, വേറെ ആരും പറഞ്ഞൊന്നുമില്ല, ഞങ്ങളിത് മൊബൈൽ കണ്ടാണ് പോയത്. ഇങ്ങനെ ഈ പേപ്പറുകളൊക്കെ സപ്ലൈ ചെയ്യുന്നു. ഒരുപാട് ജനങ്ങൾ ബസ്സിലങ്ങ് വന്ന് ഇറങ്ങും. അവിടെ കണ്ടമാനം ഇത്രയും ജനങ്ങൾ എവിടെ നിന്ന് വരുന്നറിയില്ല, ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. അകത്തോട്ട് കയറാൻ പറ്റില്ല, അത്ര റഷ. പിന്നെ ചെരുപ്പും ഷൂ ഒന്നും ഇട്ട് നമ്മൾ ഉള്ളിൽ കയറിയാൽ അവിടെ അഴിച്ചു വെച്ചിട്ട് വേണം പോകാൻ. നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ചെരുപ്പ് ഏതാണെന്ന് നമ്മൾ തേടണം. അത്ര കൺഫ്യൂസ് അവിടെ. അങ്ങനെയൊക്കെ അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ അപ്പം എല്ലാവരും ഇത് നിങ്ങൾ കാണുക, നിങ്ങൾ ഈ കൃപാസനത്തെ പറ്റി കൂടുതൽ അറിയുക, വിശ്വസിക്കുക. അതാണ് മെയിനായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വിശ്വസിക്കുക. അമ്മ മാതാവ് എന്ന് പറയുന്നത് വളരെ പവറാണത്. സത്യം പറഞ്ഞാൽ പവറാണത്. നമ്മളത് പറയുന്നല്ല. ആ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിന് 7-8 അടി ഭയങ്കര ഒരു സ്റ്റാച്യു ഉണ്ട്. ബ്ലൂ അല്ല, സിൽവർ കളർ. ആ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ എന്തൊക്കെയോ അവിടെ നിന്ന് നമുക്ക് എന്തോ ഭയങ്കര ശക്തി വരുന്ന മാതിരി നമുക്ക് തോന്നുവാണ്. ഭയങ്കരമായിട്ട് പവറാണ് അവിടെ പോയി നിൽക്കുമ്പോൾ. എല്ലാം മറന്നു പോകും നമ്മൾ അവിടെ പോയി നിന്ന്. മാതാവേ നമ്മൾ വിളിച്ചാൽ നമ്മൾ വിളി കേൾക്കുന്ന മാതാവ്, അതിന് യാതൊരു ഇതുമില്ല. കാരണം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ വീട്ടിൽ തന്നെ ഞാൻ ആദ്യം പോയിട്ട് വന്നപ്പം ഞങ്ങൾക്ക് എൻ്റെ അളിയൻ്റെ മോന്, അതായത് നാട്ടിൽ നിന്ന് വന്ന പുള്ളി ഇവിടെ ഞങ്ങളുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുമ്പം ഞങ്ങളവിടെ ശോഭയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു മുല്ലപ്പൂവിൻ്റെ വാസന, ആദ്യത്തെ പ്രാവശ്യത്തുള്ള കഥയെ പറഞ്ഞു, കഥയല്ല, ഇറ്റ്സ് എ ട്രൂ, നടന്ന സംഭവം. അവിടെ ഇന്ന് 4-4:30 മണിയിരിക്കും. അപ്പോൾ വൈകുന്നേരം ഒരു ഭയങ്കര സ്മെല്ല്, എന്തോ മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ വരുക. ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കുക, എന്താ ഇത്, ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും വല്ല സാമ്പ്രാണി വല്ലതും കത്തിച്ചിട്ടുണ്ടോ നോക്കുക, ഒന്നുമില്ല. അപ്പം എൻ്റെ അടുത്ത് നമ്മുടെ അളിയൻ മോനുണ്ട്, പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, ലിജോ എന്നാണ് പേര്. പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ സ്മെല്ല്, ആംഗ്ലേ നല്ല സ്മെല്ല് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ലിജോ മാതാവ് ഒന്നെന്ന് പറഞ്ഞു. ഇത് നടന്ന സംഭവം ഈ പറയുന്നത്. ആദ്യത്തെ പ്രാവശ്യത്തിൻ്റെ കാര്യം പറയുന്നത്. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് വഴി അറിയില്ല. ഈ ഗൂഗിൾ എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും അറിയുന്ന രീതിയിൽ അതിട്ടാ അവൻ എങ്ങോട്ടോ നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുക. എവിടേക്കാ പോകുന്നത്, വഴിയില്ലാത്ത വഴിയിൽ കൊണ്ടുവന്ന് വിടുക. അവിടെ ആരുമില്ല. അങ്ങനെ എന്നപ്പോൾ കാണാം ഒരു ബസ് ഇങ്ങനെ വരുന്നത് ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ. അപ്പോൾ അവിടെ മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെട്രോ ഈ പാലന്മാരി കെട്ടുന്നില്ലേ, ട്രാക്ക്. അപ്പം ഒരു ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആ ബസ്സിൻ്റെ പുറകെ നിൽക്കാൻ മാതാവിൻ്റെ രൂപം, ഈ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ രൂപം അതിനകത്തുണ്ട്. ഞങ്ങളത് കണ്ട് സന്തോഷിച്ചു. അപ്പം എങ്ങനെയാലും ഈ ബസ് ആ വഴിക്ക് പോകുമെന്നുള്ള ലക്ഷ്യമായി. അതിൻ്റെ പുറകെ ഞങ്ങളും വിട്ട് പള്ളിയുടെ അടുത്ത് വന്ന് യുവമാർ BTS വന്നിട്ട് ലെഫ്റ്റ് എടുത്തു. അപ്പോൾ ഇനി നോക്കി അവിടെ നോക്കിയാൽ ലൈറ്റ് കാണാം ബസ്സിനത്തിൻ്റെ. കറക്റ്റാണ് ഞങ്ങൾ പള്ളിയുടെ മുമ്പിൽ ചെന്നു. അതൊക്കെ ഒരു അതിശയമല്ലേ. പിന്നെ വഴിയിൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, വണ്ടിക്കോ ഞങ്ങൾക്ക് ഒരു ടയേർഡോ ഒന്നുമില്ല. എല്ലായിടവും ഞങ്ങൾക്ക് നല്ല സക്സസ്ഫുള്ളായിട്ട് മാതാവ് ഞങ്ങളെ കൊണ്ടുനടന്നു. ഇന്നേ നാഴി വരെ, ഈ സമയം വരെ ഞങ്ങൾ നല്ലതായിരിക്കുക. ദൈവസ്ഥാനിച്ചു ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അസുഖങ്ങൾ, അതെല്ലാവർക്കും നാച്ചുറൽ, അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അസുഖങ്ങൾ. അത് ആർക്കും എന്ത് അസുഖം വരുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പരിസ്ഥിതി ഉണ്ട്. പിന്നെ ഫൈനാൻഷ്യലി എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. ഫൈനാൻസ് ചിലപ്പം കാശുണ്ടാവും, ചിലപ്പോൾ കാശില്ലായിരിക്കും. അത് മാതാവും ദൈവവും തരും. മാതാവ് വന്ന്
യേശു തമ്പുരാൻ്റെ അടുത്ത് പറയും. യേശു തമ്പുരാൻ വന്ന് എല്ലാം കൊടുക്കും. അതാണ് സത്യം. അങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ. അടുത്തത് ഞങ്ങൾ പോകാനായിട്ട് തന്നെ ടിക്കറ്റ് നോക്കണം. അടുത്ത മാസം പാതി വഴിയാകുമ്പോൾ ഞങ്ങൾ ടിക്കറ്റ് നോക്കും. കിട്ടുന്നല്ല, ഞങ്ങൾ എങ്ങനെയും പോയിരിക്കണം. അപ്പോൾ അടുത്തത് പോകുന്നത് ഞങ്ങൾ മൂന്നാമത്തെ ഉടമ്പടി എടുത്ത് വരണം. അതിനുവേണ്ടി മാതാവ് ഞങ്ങളെ സഹായിക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. വിശ്വസിക്കുകയും ചെയ്യും. എല്ലാവരും ഇത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ദയവേതെല്ലാവരും മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുക. നമ്മൾ അവസാന കാലം വരെ നമ്മൾ യേശുവിൽ മാതാവിൽ നമ്മൾ വിശ്വസിച്ച് ജീവിച്ചു പോയാൽ നമുക്ക് അനുഗ്രഹങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ അസുഖങ്ങളും എല്ലാം, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എന്തെല്ലാം ക്ലേശങ്ങൾ വന്നാൽ എല്ലാം മാറ്റും. ദൈവം തമ്പുരാനും മാതാവും ചേർന്ന് നിങ്ങൾ മാതാവിനെ വിശ്വസിക്കുക. അതാണ് ഏറ്റവും വലിയ ബിലീവ്സ് മെയിൻ തിങ്. മനുഷ്യരെ ബിലീവ് ചെയ്യുക. മറ്റുള്ളവരെ പറ്റി അത് ഇതൊന്നും പറയരുത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, അവർക്ക് വേണ്ടി നമ്മൾ സഹായിക്കുക, എന്തെങ്കിലും ചെയ്യുക. നമ്മളാൽ എന്തവർക്ക് ഹെൽപ്പ് ചെയ്യാമോ അത് കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. ദയവേത് എല്ലാവരും ഇത് കാണുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിനും യേശുവിനും മാതാവിനും വേണ്ടി എൻ്റെ ഇത് വലിയ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചരിക്കുന്നു. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.